പ്രധാനമന്ത്രി മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി പൊടിപൊടിക്കുകയാണ്. മിഷൻ 400 എന്ന ലക്ഷ്യത്തോടെ പ്രത്യേക വിമാനത്തിൽ രാജ്യം മുഴുവൻ കറങ്ങി നടക്കുന്ന മോദി ഇന്ത്യയുടെ മുക്കിലും മൂലയിലും എത്തിക്കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് റാലിയും പ്രസംഗവുമായി ഒരു പ്രദേശത്ത് മോദി എത്തിയാൽ ആകെ പുകിലാണെന്ന് നമുക്കറിയാം. പ്രധാനമന്ത്രി എന്ന നിലയിൽ VVIP സെക്യൂരിറ്റിയാണ് മോദിക്കുള്ളത്. ഒരു ഈച്ച പോലും പറക്കില്ല എന്ന നാടൻ ചൊല്ല് മോദിയുടെ സന്ദർശനവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രയോഗമാണ്. കാരണം അത് തീർത്തും വാസ്തവമാണെന്ന് തന്നെ പറയാം. തെരഞ്ഞെടുപ്പ് റാലിക്കായി മംഗളൂരിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഞ്ചാര വഴിയിലെ തേനീച്ചകളെ കൂട്ടത്തോടെ കുടിയൊഴിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. മരങ്ങളിലും കെട്ടിടങ്ങളിലുമുള്ള തേനീച്ചക്കൂടുകൾ സുരക്ഷാ കാരണം ചൂണ്ടിക്കാണിച്ചാണ് നീക്കം ചെയ്യാൻ പോകുന്നത്. ഏപ്രിൽ 14 നിശ്ചയിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ റോഡ് ഷോയും റാലിയും നടക്കുന്ന ഭാഗങ്ങളിലെ തേനീച്ചക്കൂടുകളാണ് നീക്കം ചെയ്യുന്നത്. മംഗളൂരു വിമാനത്താവളത്തിൽ പ്രത്യേക ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രി തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന നാരായണ ഹിൽ സർക്കിൾ മുതൽ നവഭാരത സർക്കിൾ വരെയുള്ള ഭാഗത്തിലെ മരങ്ങളിലെ തേനീച്ചക്കൂടുകൾ നീക്കാൻ മംഗളൂരു പോലീസ് വനം വകുപ്പിനോട് അനുമതി തേടിയതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. മരങ്ങളിലേത് കൂടാതെ വിമാനത്താവളം, സർക്കാർ ആശുപത്രികൾ, മംഗളൂരു നഗരസഭ കെട്ടിടം, SDM ലോ കോളേജ്, സർക്യൂട്ട് ഹൗസ് എന്നിവിടങ്ങളിലും കൂടുകൾ നീക്കണമെന്ന് ആവശ്യമുണ്ട്. VVIP റൂട്ടാണ് ഈ കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭാഗമെന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ അധികൃതരുടെ ഈ നീക്കത്തിനെതിരെ ദക്ഷിണ കന്നഡ ജില്ലയിലെ പരിസ്ഥിതിവാദികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. കാലാവസ്ഥ വ്യതിയാനം മൂലം തേനീച്ചകളുടെ നിലനിൽപ്പ് ഭീഷണിയാവുകയും എണ്ണം കുറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തേനീച്ചക്കൂടുകൾ എടുത്തു മാറ്റുന്നത് ക്രൂരതയാണെന്നും അവർ വാദിക്കുന്നുണ്ട്. തേനീച്ചകളുടെ പരാഗണ സമയമായ ഇപ്പോൾ കൂടുകൾ നശിപ്പിക്കുന്നത് അവയുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മനുഷ്യരുടെ കയ്യെത്താത്ത അത്രയും ഉയരത്തിലാണ് മരങ്ങളിലോ കെട്ടിടങ്ങളിലോ തേനീച്ചക്കൂടുകൾ കാണപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തേനീച്ചകൾ തടസ്സമല്ല എന്നും കൂടുകൾ നശിപ്പിക്കാനുമുള്ള നീക്കം പ്രധാനമന്ത്രി ഇടപെട്ട് തടയണമെന്നും പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നുമുണ്ട്. കുറച്ചു നേരത്തേക്ക് മാത്രം നീളുന്ന ഒരു റോഡ് ഷോയ്ക്ക് വേണ്ടി ഇത്രയും തേനീച്ചക്കൂടുകൾ നശിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ല. രാഷ്ട്രീയ ഗിമിക്കിനായി പാവം തേനീച്ചകളുടെ ജീവൻ കുരുതി കൊടുക്കുകയാണെന്നും ഈ ചിന്താഗതികൾ മാറ്റണമെന്നും ചൂണ്ടിക്കാണിച്ചാണ് ഒരു കൂട്ടം ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുന്നത്. അതേസമയം പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് തേനീച്ചക്കൂടുകൾ നീക്കം ചെയ്യാൻ വനം വകുപ്പിന്റെ അനുമതി തേടിയതെന്നും മംഗളൂരു സിറ്റി പോലീസ് അറിയിച്ചു.